നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജനകീയ ചികിത്സാ പദ്ധതിയായ ബിഷഗ്വര പേരാമ്പ്ര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമകേന്ദ്രങ്ങളിൽ 2023-24 വാർഷിക പദ്ധതിയിൽ നടപ്പാക്കുന്ന ആതുര സേവനം ലക്ഷ്യം വെച്ചുകൊണ്ട് ദിഷഗ്വര എന്ന പേരിൽ ആരംഭിക്കുന്ന ജനകീയ ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. പേരാമ്പ്ര ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു അസുഖം വന്നാൽ നമുക്ക് പോകാനുള്ള ഹോസ്പിറ്റലിൽ പോകാനുള്ള മടി കൊണ്ട് പലപ്പോഴും നമ്മൾ അത് നാളെയാവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിവെക്കും. സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്, പക്ഷേ ആ സൗകര്യം പ്രയോജനപ്പെടുത്താൻ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ നമുക്കൊരു അസുഖമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് അല്ലേ, സ്ത്രീകളും വയോജനങ്ങളൊക്കെ ഇരിക്കുന്ന ആളുകൾ, അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ഇന്ന് മാറ്റി നാളേക്ക് വെച്ചു, നാളെ മാറ്റി മറ്റന്നാളേക്ക് വെച്ചു, അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും പല അസുഖങ്ങളും നമുക്കറിയാം അത് മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് ഈ പദ്ധതി വളരെയേറെ സഹായകരമാകും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ചികിത്സയുമായി എത്തുമ്പോൾ ഡോക്ടർ, നഴ്സ്, അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫ്, ലാബ് വരെ നമ്മുടെ വീട്ടിൽ എത്തുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം റീന, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി എം ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രിയേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലജ പുതിയേടത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പൊൻപറ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിസി കെ കെ, അഷ്റഫ് പി ടി, വിനോദ് തിരുവോത്ത്, കെ കെ പ്രേമൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജിജി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ബാലനടിയോടി, സുനിൽകുമാർ ഇ, ഷാഹി മാസ്റ്റർ, ടി ശിവദാസൻ, അജീഷ് കല്ലോട്, ബാബു കൈതാവിൽ, കെ പി പ്രസൂൺ, ബി എം മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നിഷാന്ത് ആർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.